വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാർദതമോഭേദ ഭാനുമദ്ഭാനുസന്തതി ശിവദോതിശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപരാശിഷ്ടേഷ്ടാശിഷ്ടപൂജിത അപ്രമേയ സപ്രകാശ മനോവാച മഗോചര. ആ ഭാഗങ്ങളിൽ വരുന്ന കുറച്ച് ലളിതാ സഹസ്രനാമത്തിൽ കുറച്ച് നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. 401 നാമം വിവിധാകാര, അതായത് വിവിധങ്ങളായ ആകാരത്തോടു കൂടിയവൾ. അപ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്താണ് രൂപം എന്ന് ഇതുവരെ ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എനിക്ക് രൂപമോ ഒന്നുമില്ല, അവ്യക്തം വ്യക്തിം ആപന്നം എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ രൂപൈർ അനേകർ ബഹുതാത്മമൂർത്തിം കൃത്വാംബികെ തത് പ്രകരോതി കാന്യ എന്ന് ദേവി മഹാത്മ്യത്തിൽ 11ാമത്തെ അധ്യായത്തിൽ നാരായണീയ സ്തുതിയിൽ പറയുന്നുണ്ട്. എനിക്ക് പല രൂപങ്ങളാണ്, വിവിധ രൂപങ്ങൾ ദേവി പല രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. അതാണ് വിവിധ ചരാചരങ്ങളായിട്ട് നമ്മൾ പല ജീവികളിലും വസ്തുക്കളിലും പ്രാണികളിലും എല്ലാം കാണുന്നത്. അതുകൊണ്ടാണ് വിവിധ ആകാരം. അപ്പോൾ ഭഗവത് ചൈതന്യമായിട്ട് തന്നെയാണ് വിവിധ പ്രാണികളായിട്ടും രൂപങ്ങളായിട്ടും നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ബ്രഹ്മം, അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് പ്രപഞ്ചത്തിലാണ് കാണേണ്ടത് എന്നുള്ള ഒരു വലിയ അറിവാണ് ഇവിടെ കിട്ടുന്നത്. ഇനി 402ാമത്തെ നാമം വിദ്യാസ്വരൂപിണി, അതായത് വിദ്യാസ്വരൂപിണിയും അവിദ്യാസ്വരൂപിണിയും ദേവി തന്നെയാണ്. വിദ്യ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു ആത്മജ്ഞാനമാണ്. എന്നാൽ അവിദ്യ എന്ന് പറയുന്നത് മായയാണ് അവിദ്യ. അപ്പോൾ അജ്ഞാനമാണ് അവിദ്യ. അപ്പോൾ ഈ വിജ്ഞാനത്തെയും അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെയും രൂപം ദേവിയാണ്, അജ്ഞാനത്തിൻ്റെയും രൂപം ദേവിയാണ്. അതാണ് അവിദ്യാസ്വരൂപിണി. വിദ്യയും അവിദ്യയും രണ്ടും ദേവിയുടെ തന്നെ രൂപങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനം അതിലൂടെ നമ്മൾ മോക്ഷം നേടുമ്പോൾ അവിദ്യയിലൂടെ നമ്മൾ ബന്ധനത്തിലാവുകയാണ് ചെയ്യുന്നത്. അതായത് ജ്ഞാനം എന്ന് പറയുന്നത് ശുദ്ധവിദ്യയാണ്, അതുപോലെ മായാരൂപമാണ് അവിദ്യ. ഇത് രണ്ടും ദേവിയുടെ രൂപങ്ങൾ തന്നെ. ഇനി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി 403 നാമം. 403ാമത്തെ നാമം മഹാകാമേശൻ്റെ നയനങ്ങളാകുന്ന കുമുദങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന നിലാവായവൾ. അപ്പോൾ ദേവി മഹാകാമേശൻ ശിവൻ്റെ നയനങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന നിലാവാണെന്ന് പറയുന്നു. അപ്പോൾ സാധാരണ ചന്ദ്രിക തട്ടുമ്പോഴാണ് ആമ്പൽ പൂക്കൾ ആഹ്ലാദം കൊണ്ട് വിരിയുന്നത്. അതുപോലെ മഹാകാമേശൻ്റെ നയനങ്ങളെ ആമ്പൽ പൂക്കളായിട്ട് പറയുന്നു, അങ്ങനെ ദേവിയെ ആമ്പൽ പൂവായിട്ട് പറയുന്നു. അപ്പോൾ ചന്ദ്രികയില്ലെങ്കിൽ ആമ്പൽ പൂ വിരിയുകയില്ലല്ലോ. അതുപോലെ ദേവീ രൂപത്തെ ശിവൻ വിരിയിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ അടുത്ത നാമം 404 ഭക്തഹാർദ തമോഭേദ ഭാനുമദ്ഭാനുസന്തതി, അതായത് ഭക്തന്മാരുടെ മനസ്സിൽ തമസ്സിനെ സൂര്യൻ്റെ ശക്തി കൊണ്ട് ആ തമസ്സിനെ ഇല്ലാതെയാക്കുന്നവൾ. അതായത് ദേവി ലളിതാംബിക ഭക്തപ്രിയയാണെന്ന് പല നാമങ്ങളിൽ നമ്മൾ കണ്ടു. അപ്പോൾ പ്രാണികളുടെ ദുഃഖകാരണം ആയിട്ടുള്ള തമസ്, അതായത് അജ്ഞാനം, അവിദ്യ എന്നൊക്കെ പറയില്ലേ, മായ, അതിനെ ഇല്ലാതെയാക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നു. അപ്പോൾ നമ്മളൊക്കെ വിഷമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന് കാരണം ആ ഒരു തമസ്സാണ്, അവിദ്യയാണ്. അജ്ഞാനം കൊണ്ട് മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെടുന്നു ഈ ലോകത്ത്. അപ്പോൾ ആ അജ്ഞാനത്തെ, താപത്രയങ്ങളെ നശിപ്പിക്കാൻ ദേവിയെ അഭയം പ്രാപിക്കണം, അല്ലെങ്കിൽ ഭഗവാനെ അഭയം പ്രാപിക്കണം. അതിപ്പോൾ ഗീത ചാപ്റ്റർ 10 10ാമത്തെ ശ്ലോകം ഭഗവാൻ പറയുന്നുണ്ട്, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏന മാം ഉപയാന്തിതി. അതായത് തേഷാം, ആരാണോ സതതയുക്താനം, നല്ല മനസ്സോടുകൂടി ഭജതാം പ്രീതിപൂർവകം എന്നെ ഭജിക്കുന്നത്, ദദാമി ബുദ്ധിയോഗം തം, അവർക്ക് ഞാൻ ബുദ്ധിയോഗത്തെ നൽകി അവരെ അനുഗ്രഹിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ
അപ്പോൾ ഭഗവാനിൽ അല്ലെങ്കിൽ ദേവിയിൽ അഭയം പ്രാപിച്ച് പ്രീതിയോടെ ഭജിക്കുന്നവർക്ക് മാത്രമേ എല്ലാവിധത്തിലുള്ള വിദ്യയും അല്ലെങ്കിൽ സുഖവും സന്തോഷവും ലഭിക്കുകയുള്ളൂ. ഇനി അടുത്തത് 405-ാമത്തെ നാമം ശിവദൂതി. ശിവദൂതി എന്ന് പറയുമ്പോൾ ശിവൻ ദൂതനായിട്ടുള്ളവൾ. അപ്പോൾ ശിവന് ദേവീ മാഹാത്മ്യത്തിൽ ശുംഭനിശുംഭന്മാരായിട്ടുള്ള അസുരന്മാരെ അവിടെ ദേവി യുദ്ധം ചെയ്യുമ്പോൾ ദേവിയുടെ ശരീരത്തിൽ നിന്ന് ചണ്ഡികാ ശക്തി ശിവനെ ദൂതനായിട്ട്, ആ ചണ്ഡികാ ശക്തിയാണ് ശിവനെ ദൂതനായിട്ട് ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് അയക്കുന്നത്. അപ്പോൾ ദേവിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ വന്ന ചണ്ഡികാ ശക്തി ധൂമ്രവർണ്ണമായ ജടകൾ ധരിച്ച് ശിവനോട് പറഞ്ഞു, അങ്ങ് എൻ്റെ ദൂതനായിട്ട് ശുംഭനിശുംഭന്മാരുടെ അടുക്കൽ പോയാലും. അപ്പോൾ ദേവിയുടെ ആ ശക്തി ശരീരത്തിൽ നിന്ന് വന്ന തന്നെ ആ ഒരു ദൂതനായിട്ട് വന്ന ആ ഒരു സ്വരൂപത്തോട് ദേവി പറഞ്ഞു, അങ്ങ് അപ്പോൾ ശിവനെ തന്നെ തൻ്റെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ദൂതനായിട്ട് വന്ന ആ ഭഗവാനോട് ശുംഭനിശുംഭന്മാരുടെ അടുക്കൽ പോയി യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ദേവി പറയുന്നൊരു സന്ദർഭം ആ ഒരു ദേവി മാഹാത്മ്യത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ദേവിയുടെ ശിവൻ്റെ ദൂതനായിട്ട് തന്നെ ആവിർഭവിച്ച ശിവദൂതി, ശിവൻ ദൂതനായിട്ടുള്ളവൻ, ശിവൻ തന്നെ ദൂതനായിട്ടുള്ളവനാണ്. ഇങ്ങനെ ശിവനെ തന്നെ ദൂതകൃത്യത്തിന് നിയോഗിച്ച ദേവി, അതാണ് ശിവദൂതി എന്ന് ദേവിക്ക് ഒരു പേര്. ഇനി 406-ാമത്തെ നാമം ശിവ ആരാധ്യ. ശിവനാൽ ആരാധ്യയായവൾ. അപ്പോൾ ദേവിയെ ആരാധിച്ച് പ്രസാദിപ്പിച്ചാണ് ശിവൻ അർദ്ധനാരീശ്വരത്വം നേടിയത് എന്ന് പുരാണത്തിൽ പറയുന്നു. അപ്പോൾ ശിവൻ്റെ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പകുതി ശരീരം ശിവനും പകുതി ശരീരം ദേവിയുമാണല്ലോ. അപ്പോൾ ദേവിയെ ആരാധിച്ച് പ്രസാദിപ്പിച്ചിട്ടാണ് ആ രൂപം നേടിയത് ശിവൻ എന്ന് പറയുന്നുണ്ട്. ഇനി 407-ാമത്തെ നാമം ശിവമൂർത്തി. അതായത് ശിവമൂർത്തിയായവൾ. ശിവൻ ദേവീ സ്വരൂപം തന്നെ എന്ന അർത്ഥത്തിൽ ശിവൻ തന്നെ മൂർത്തിയാവൾ. അപ്പോൾ ദേവിയുടെ രൂപം തന്നെ ശിവൻ്റെ രൂപമാണ്. അതായത് ശിവൻ്റെ ശരീരം തന്നെയാണ് ദേവിയുടെ ശരീരം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരുപാട് കൺഫ്യൂഷൻ വരും കേട്ടോ. ഇതൊക്കെ അർത്ഥമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ വ്യാഖ്യാനമൊക്കെ പഠിക്കുമ്പോഴാണ് മനസ്സിലാവും. നമ്മളൊക്കെ എത്രയൊക്കെ ദേവതാ സങ്കല്പങ്ങളുടെ പുറകെ പോയി അതാണ് വലുത് ഇതാണ് വലുത് എന്ന് പറഞ്ഞ വാദപ്രതിവാദങ്ങളും ഒക്കെ. എന്നാൽ പിന്നെ എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരറിവാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. വിഷ്ണുവും ശിവനും ഒക്കെ ഒന്നാണ്. അവരുടെ പേരുകൾ പോലും ഒരേ പേരുകളാണ് പലപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദേവിക്ക് ശിവൻ ദേവീ സ്വരൂപമാണെന്ന് പറയുമ്പോൾ ശിവൻ്റെ സ്വരൂപം ദേവീ സ്വരൂപം. അപ്പോൾ ദേവിയും ശിവനും ഒന്നാണെന്നല്ലേ. അങ്ങനെ ശിവനും ശക്തിയും തമ്മിൽ ഭേദമില്ല. അതുകൊണ്ടാണ് ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക എന്ന് ലളിതാ സഹസ്രനാമത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ പിന്നെ ദേവി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ എന്ന് പറയുമ്പോൾ നാരായണി സ്തുതിയിലെ ആ ഒരു ശ്ലോകം പറയുന്നത് പിന്നെ എല്ലാ തരത്തിലുള്ള മംഗളവും നൽകുന്ന ശിവേ സർവാർത്ഥ സാധികേ എന്നാണ്. അതായത് ശിവേ എന്നാണ് വിളിക്കുന്നത് ദേവിയെ. അപ്പോൾ ശിവശബ്ദം പല മോക്ഷരൂപിണി എന്ന അർത്ഥത്തിലും ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ മോക്ഷം എന്ന് പറയുന്നത് ദേവിയുടെ സായുജ്യമാണ്. ദേവിയെ സായുജ്യം നമുക്ക് ദേവീ സായുജ്യം ലഭിക്കുമ്പോൾ ആ ദേവീ സായുജ്യം തന്നെയാണ് മോക്ഷം. ദേവിയെ ശിവമൂർത്തി എന്ന പദം കൊണ്ട് നമുക്ക് പിന്നെന്താ പറയുക മനസ്സിലാക്കാം. ശിവൻ തന്നെയാണ് ദേവി, ദേവി തന്നെയാണ് ശിവൻ, ശിവൻ തന്നെ രൂപമായിട്ടുള്ള ദേവി. 408-ാമത്തെ നാമം ശിവങ്കരി. ശിവം എന്ന് പറയുമ്പോൾ മംഗളം എന്നാണ്. മംഗളത്തെ ചെയ്യുന്നവളാണ് ദേവി. അപ്പോൾ ശിവനാക്കി ചെയ്യുന്നവൾ എന്നും പറയാം. അപ്പോൾ ബ്രഹ്മസായുജ്യത്തിന് അർഹരാക്കുന്നു പിന്നെ ദേവി. അതാണ് മംഗളദായിനി എന്ന് പറയും. പിന്നെ പറയും എല്ലാ തരത്തിലുള്ള ഭക്തന് ഐഹിക സുഖങ്ങളും നൽകി മംഗളത്തെ നൽകുന്നു ദേവി. അതാണ് ശിവങ്കരി, മംഗളം നൽകുന്നവൾ. അപ്പോൾ മംഗളദായിനി എന്നാണ് അർത്ഥം, മംഗളം നൽകുന്നവൾ. ശിവം മംഗളം, മംഗളത്തെ ചെയ്യുന്നവൾ, അതാണ് ശിവങ്കരി.
താപത്രയങ്ങളിൽ നിന്ന് ഭക്തരെ മുക്തനാക്കി മംഗളത്തെ ദാനം ചെയ്യുന്നവളാണ് ശിവങ്കരി. ഇനി 409 നാമം ശിവപ്രിയ. ശിവന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ദേവി. ശിവപത്നി എന്നും പറയാം. അപ്പോൾ ശിവൻ പ്രിയനായിട്ടുള്ളവൻ എന്നും പറയാം. അപ്പോൾ എങ്ങനെ പറഞ്ഞാലും അർത്ഥം ഒന്നാണ്. മംഗളങ്ങളെ ഇഷ്ടപ്പെടുന്നവളാണ് ദേവി. അതാണ് ശിവപ്രിയ. ശിവൻ മംഗളം, ശിവപ്രിയ മംഗളങ്ങളെ ഇഷ്ടപ്പെടുന്നവൾ, അതാണ്. അല്ലെങ്കിൽ ശിവന് പ്രിയയായിട്ടുള്ളവൾ. അങ്ങനെ ഒരേ നാമം തന്നെ പല രീതിയിൽ നമുക്ക് അതിൻ്റെ അർത്ഥം എടുക്കാൻ കഴിയും. ഇനി 410 നാമം ശിവപര. ശിവനിൽ താല്പര്യമുള്ളവൾ. ശിവപത്നിയും ശിവൻ്റെ അർദ്ധാംഗിയുമാണ് ദേവി. അപ്പോൾ ദേവിക്ക് മറ്റാരിലും താല്പര്യമില്ല എന്ന് പറയുന്നത്, അതാണ് ശിവപര എന്ന് പറയുന്നത്. ശിവനിലും ശ്രേഷ്ഠയായവൾ എന്നും പറയാം. ശിവപര, ശിവനിലും പരയായിട്ടുള്ള, പര അതിന് മുകളിൽ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ശിവനിലും ശ്രേഷ്ഠയായിട്ടുള്ളവൾ. അപ്പോൾ ദേവിയെ ശിവനേക്കാളും ഒരുപടി മുമ്പിലാണ് ദേവിയുടെ സ്ഥാനം ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ശിവൻ ശക്തിക്ക് അധീനനാണ് എന്ന് പറയുമ്പോഴും ശിവൻ ശക്തിക്ക് അധീനതയിലാണ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോഴും ശിവനും ശക്തിയും ഒരുമിച്ചാണെന്ന് പറയുമ്പോഴും ശിവൻ തന്നെയാണ് ശക്തി, ശക്തി തന്നെയാണ് ശിവൻ എന്ന് പറയുമ്പോഴും വേറൊരു കാര്യം കൂടെ പറയുന്നു. ശിവനിലും ശ്രേഷ്ഠയായവൾ ശിവപരായാണ് ദേവി എന്ന് പറയുന്നു. അങ്ങനെ ഇത്രയും നാമങ്ങൾ 410 വരെയുള്ള നാമങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ഓം തത്സത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.